നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പം നമ്മൾ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ബ്രെഡ് കൊണ്ടാണ് ഇത്. അപ്പം നമുക്ക് നോക്കാം, ഈ ഒരു സിമ്പിളായിട്ടുള്ള കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ സാൻഡ്വിച്ച് എന്ന് പറയാം, ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനിപ്പം നമ്മൾ രണ്ടെണ്ണമാണ് ഉണ്ടാക്കുന്നതിന് വേണ്ടി 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിപ്പം ബ്രൗൺ ബ്രെഡാണ്. നമുക്ക് സാധാരണ സാൻഡ്വിച്ച് ബ്രെഡോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പം ആദ്യം നമ്മൾ ബട്ടർ തേച്ച് ഒരു വശം നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ജസ്റ്റ് ബട്ടർ ഇട്ടിട്ടൊന്ന് ഒരു വശം മാത്രം ടോസ്റ്റ് ചെയ്യാം ആദ്യം. അപ്പം നമ്മൾ 4 സ്ലൈസ് ഓരോ ഭാഗം ഇങ്ങനെ ബട്ടർ ആക്കി നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ വശത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പം ഒരു സ്ലൈസിൽ പീനട്ട് ബട്ടറും അതുപോലെ തന്നെ മറ്റതിൽ ഒരു ജാമും, മിക്സഡ് ഫ്രൂട്ട് ജാമുമാണ് ആക്കുന്നത്. അത് നമുക്ക് ഒരു വശത്ത് മാത്രം ആക്കിയാലും മതി, അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. നമുക്ക് പീനട്ട് ബട്ടർ ആക്കാം. ഇതിന്റെ മുകളിൽ വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ വീണ്ടും ആ പാൻ തന്നെ എടുത്തു, അതിലേക്ക് കുറച്ചും കൂടെ ബട്ടർ ആക്കാണ്. ഇതുപോലെ തന്നെ രണ്ട് വശം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഒരു വശം ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പോളം പാൽ നമുക്കിങ്ങനെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പെങ്കിലും പാലും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിലേക്ക് ഇനി ഈ കസ്റ്റാർഡ് പൗഡർ കലക്കി വെച്ച് അതുകൂടെ ഒഴിക്കാം. ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ച പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ബ്രെഡ് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഈസി അല്ലേ, എല്ലാവർക്കും ട്രൈ ചെയ്താവുന്നതാണ്. കുട്ടികൾക്ക് ഈവനിങ് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.